ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് ടാറ്ററിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറച്ചായെന്ന് എനിക്കറിയാം, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള കറണ്ട് ഫീലിങ്സ്, ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാസ് ആയിട്ട് കാണുന്നത് എന്തൊക്കെയാണോ അത് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. The current thought of the person. We have the Queen of Pentacles, the Four of Wands. ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിൽ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി എഫേർട്ട് എടുക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ത് തന്നെ വന്നാലും ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലോക്കേജ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഒരു നടുക്ക് പെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി പെട്ട അവസ്ഥയല്ല. എങ്ങനെയാണെങ്കിലും ആ ഒരു കല്യാണക്കാര്യം ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ വ്യക്തിക്ക് മുന്നോട്ടൊരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയ്ക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് 4 of Wands റിവേഴ്സ് ആണ് കിട്ടിയത്. ബട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥയിൽ വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്ത് തന്നെ വന്നാലും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്ക് വരുന്നതിൽ ഒരുപാട് തടസ്സമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദി എംപറർ. ഇവിടെ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുക്ക വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും മൈൻഡിലുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുക്ക തന്നെ മാത്രം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഈ ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോയി, ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരിക്കലും പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇവിടെ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ നേരെ അതേ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയോട് വളരെയധികം എന്താ പറയുക, ഒന്നും വിട്ടുകൊടുക്കാത്ത എനർജിയിലാണെങ്കിൽ അതേ എനർജിയിൽ ആ ഒരു വ്യക്തിയും നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓ, വി ഗോട്ട് ദ ലോട്ട് ഓഫ് കാർഡ്സ്, വി കാൺട്ട് ടേക്ക് ഇറ്റ്. ഒരുപാട് ഫീലിങ്സ് ഒരുമിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് കാർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു മാരേജ് എന്നുള്ള രീതിയിലേക്ക് പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരാൾ എഫേർട്ട് എടുക്കുമ്പോൾ മറ്റൊരാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് എടുത്താൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാരേജിൽ കൊണ്ട് ചെന്നെത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്കോ ആ ഒരു പേഴ്സണോ അതിനുള്ള ഒരു തടസ്സമുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേർക്കും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള എനർജി അല്ല ഇവിടെ ഒരു കാണിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനൊക്കെ മാറ്റിയിട്ട് വരണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന പല കാരണങ്ങളും ഉണ്ടാകാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനുള്ള ഒരവസരം പലരെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാകുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ബ്ലോക്കേജ്, ഒരു മാരേജ് എന്നുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു തടസ്സം എന്നുള്ള രീതിയിലാണ് വ്യക്തി ചിന്തിക്കുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്ട്രെങ്ത് കാർഡ്. വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇനി ഇവിടെ ഒരാൾ വളരെയധികം മീൻസ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഇമോഷണലായിട്ട് ആ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് തികച്ചും അതിൻ്റെ ഓപ്പോസിറ്റാണ്. കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടോ ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണ വ്യക്തിയുടെ മൈൻഡിലാണെങ്കിലും നിങ്ങളുടെ മൈൻഡിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പല സത്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കേണ്ടത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ടാകാം, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയൊക്കെ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് എനർജിയാണ്. അതായത് ഓടി വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ വേഗം പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചിലവർ വരും. പക്ഷേ ഓൾമോസ്റ്റ് ഉള്ള ഒരു എനർജി പ്രകാരം ഇവിടെ കാണിക്കുന്നതും അതുതന്നെയാണ്.
കാരണം ഫ്യൂച്ചറിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ സിറ്റുവേഷൻ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മറന്നിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് മറന്നിട്ട് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോവുക എന്നുള്ളത് ഇവിടെ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. ദ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന അവിടെ ഒരു ഇമോഷനാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു എന്താണ് ഓർമ്മകളാണ്. പലരും സംസാരിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാർഡും കിട്ടിയോണ്ട് നമുക്ക് പറയാവുന്നത് വെച്ചാൽ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു മിസ്സിങ് ഫീൽ കൂടെ കൂടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ നിന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്കാരത്തിയോ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിന്നാൽ മതി എന്നൊരു കോൺസെപ്റ്റിലായിരിക്കാം വ്യക്തി നിൽക്കുന്നത്. നമുക്കിനി ആ ഒരു വ്യക്തിയുടെ തോട്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു ടൈം വ്യക്തി എന്ത് ആക്ഷനാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് എടുത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ 10 of Wands. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പം കുറച്ച് കടുപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ചില ദേഷ്യത്തിൻ്റെ പേരിൽ. അപ്പം ഇവിടെ നിങ്ങളായിട്ട് സിറ്റുവേഷനിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തി, എന്നാൽ അത് നടക്കൂലേ ഇല്ലയോ എന്നുള്ള ആ ഒരു ഡബിൾ മൈൻഡ് ഉണ്ടല്ലോ, അതിലും വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ ആ ഒരു പുതിയൊരു അവസരം അല്ലെങ്കിൽ തേടി പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങൾക്കും വ്യക്തിക്കായിട്ടൊരു ആക്ഷൻ എടുത്ത് വരിക എന്ന് പറയുന്നത് ചിലപ്പം അത്ര വലിയ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ള രീതി. കാരണം വ്യക്തി ആഗ്രഹിച്ച പോലുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, വ്യക്തി ആഗ്രഹിച്ച പോലുള്ള ഒരു എന്താ പറയുക, അത് തന്നെ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ വ്യക്തി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള എഫേർട്ടൊന്നും ഇല്ലാത്ത സമയത്ത് വ്യക്തി വളരെയധികം നിരാശയാണ്. അല്ലെങ്കിൽ എന്താ മുന്നോട്ട് ചെയ്യുക, ഈ ഒരു ഇത് കീപ്പ് ചെയ്യാൻ മുന്നോട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. യു ക്യാൻ എക്സ്പ്ലെയിൻ 8 of Cups. അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ഒരുപാട് മൂവ് ഓൺ ചെയ്യാൻ നോക്കി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് ബാക്ക് സ്റ്റാബിങ് പോലെ പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് നിങ്ങളോടുള്ള ദേഷ്യം ചിലപ്പം കാണിച്ചത് ചിലപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് മാത്രമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അവിടെ ഒരു സ്റ്റെക്നെസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു സ്ത്രീകളാണെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ എല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ആണുങ്ങളാണ്, അതുപോലെ തന്നെ ഇത് കാണുന്ന ഒരു മെയിലാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്തു വന്നാലും വിട്ടു തരില്ല ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടൈമിലൂടെ കടന്നു. അതായത് കുറച്ച് കലഹിക്കാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷനിൽ വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത് കാര്യം എന്താണ്? കീനായിട്ടോ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഒരു ആക്ഷൻ എന്തുകൊണ്ടോ വ്യക്തിക്ക് അത്രമേൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലല്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് വന്നു പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊന്നും അറിയില്ല, പക്ഷെ അത് മാറ്റിയിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിന് ഈ ഒരു വ്യക്തിയായിട്ട് ഇടയ്ക്ക് ചിന്തിക്കും, ഈ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അവരില്ലാതെ പറ്റില്ല, നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വ്യക്തി വിചാരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രണ്ട് മനസ്സ് നമുക്ക് തുടക്കത്തിലേ കാർഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാവും എന്നുള്ളൊരു കാര്യമൊന്നും വ്യക്തിയെ ബോധറാവുന്ന കാര്യമല്ല. ആഗ്രഹിച്ച പോലെ തീരെ നിങ്ങൾ നല്ല രീതിയിൽ നോ കോൺടാക്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വ്യക്തിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, അതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കലഹ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ പലരോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ചിലപ്പോൾ നിങ്ങളത് നല്ല രീതി നമ്മളിപ്പം
വളരെ സേഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്കൊരു കംഫേർട്ട് തോന്നുന്ന ഒരാളോടാണ് കൂടുതൽ വഴക്കിടാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ തോന്നുക അല്ലേ. അപ്പോൾ അല്ലാത്ത റാൻഡം ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ആളോട് നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാവരോടും വളരെ മധുരസ്വരമായിട്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കോഴിത്തരായിട്ട് അങ്ങനെയുള്ള കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളോടാണ് കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ലവ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. റൊമാൻസിങ് മെസ്സേജസ്. You guys will guide me. What is the messages that you wanted to give to me? ഇവിടെ ദിസ് കുഡ് ബി വൺ എന്നുള്ളതാണ്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് എത്ര തന്നെ പോയാലും വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു കാര്യം ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട്. ദിസ് കുഡ് ബി ദ വൺ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. യു ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് പാർട്ട്ണറെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അതായത് കസ്തൂരിമാനെ പോലെയാണോ നിങ്ങൾ? കാരണം കസ്തൂരി തേടി മറ്റേ മാൻ അലയുന്ന പോലെയാണെന്ന് തോന്നുന്നു കുറേ ആളെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളൊരു ഡിസ്റ്റൻസൊക്കെ മാറ്റിയിട്ട്. പക്ഷേ കുറേ ആളെ സംബന്ധിച്ച് ഇതൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെയാണ് വീണ്ടും വീണ്ടും എത്ര തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞാലും വീണ്ടും മുന്നോട്ടേക്ക് തന്നെ വരിക. കാരണം എന്ന് വെച്ചാൽ അട്രാക്ഷൻ ഉണ്ട് ഇവിടെ, ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു റൊമാൻറ്റിക് പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളെ വിട്ട് ഒരിക്കലും പോവില്ല. എന്ത് തന്നെ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കം ബാക്ക് ചെയ്യും കുറേ ആളെ സംബന്ധിച്ച് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അടുത്ത 2 കാർഡ്സ്. ഇവിടെ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കാർഡും അട്രാക്ഷൻ എന്ന് കാണിക്കുന്ന ഒരു കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പാഷൻ എന്നുള്ളൊരു കാർഡ്. ഈ ഒരു 3 കാർഡ്സ് നമ്മുടെ ടാരറ്റ് ഡെക്കിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ നിങ്ങളെ വിട്ടേച്ച് പോകാനുള്ള ഒരു കാരണം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന പല കാരണങ്ങളും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ കെമിസ്ട്രിക്ക് കെമിസ്ട്രിയും അതുപോലെ തന്നെ അട്രാക്ഷനും പാഷനും എന്നുള്ള രീതിയിൽ, അതായത് ഒരു കാന്തിക വലയം പോലെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുക ഇല്ല അവർ വേറൊരു വ്യക്തിയുടെ കൂടെ പോയാലും ഒരു വ്യക്തിയുടെ തേടി പോയാലും അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് കെമിസ്ട്രി കാർഡിൽ കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദർ ഈസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഇവിടെ ഒരു കാന്തിക വലയം പോലെ ഒരു നല്ല അട്രാക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അട്രാക്ഷൻ കാർഡിലും പറയുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ക്വാളിറ്റി ഉള്ള പേഴ്സണെ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ടോക്സിക് സിറ്റുവേഷനിലാണെങ്കിൽ വീണ്ടും അത് അട്രാക്ട് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ പോകണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഹീൽ ചെയ്യുക, ടൈം എടുക്കും, സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മളത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു വ്യക്തി നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകണമെന്നില്ല. ചിലവർ ആ ഒരു നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി തിരിച്ചു വരും. ബാക്കിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അതൊക്കെ അത്രയേ ഉള്ളൂ. പാഷൻ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അതായത് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പലരെയും സംബന്ധിച്ച് കുറച്ച് പേരെ സംബന്ധിച്ച് ഒരു ട്രൂ ലവ് എന്നുള്ള ഒരു കാർഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് എ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. അതായത് ഒരുപാട് നാളായി നിങ്ങൾ ഈ ഒരുപാട് കല്യാണാലോചന അതൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം ഹേർട്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ വളരെ നിങ്ങളോട് പാഷനായിട്ടുള്ളൊരു വ്യക്തി, വളരെ അട്രാക്ഷനായിട്ടുള്ളൊരു വ്യക്തി, വളരെ നിങ്ങൾക്ക് തന്നെ ആ ഒരു ടൈം നിങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഈ പേഴ്സണെ നേരത്തെ മീറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള കാർഡ്സ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.